ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ കൺവെൻഷൻ ജില്ലാ പഞ്ചായത്ത് ജെയിൻ സ്മാരക ഹാളിൽ സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് സരസ്വതി അമ്മാളുടെ അധ്യക്ഷതയിൽ നടന്ന കൺവെൻഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി NC ബാബു ഉദ്ഘാടനം ചെയ്തു. വിവിധ മേഖലകളിൽ നിന്നും വന്ന 38 തൊഴിലാളി പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുത്തു. തയ്യൽ തൊഴിലാളി ക്ഷേമനിധിയിൽ നിന്നും റിട്ടയർ ചെയ്യുന്ന തൊഴിലാളികളുടെ റിട്ടയർമെന്റ് സംഖ്യ വെട്ടിക്കുറച്ചത് പുനഃസ്ഥാപിക്കണമെന്ന് NC ബാബു ആവശ്യപ്പെട്ടു. 13 തയ്യൽ തൊഴിലാളികൾ സ്വയം സംഘടിച്ചത് ആ സംഘടിക്കുമെന്ന ആ ഘട്ടത്തിൽ നമ്മുടെ മുന്നിൽ പ്രചോദനമായി ഈ രാജ്യത്തെ ആദ്യം ഉദയം ചെയ്ത AITUCയിൽ നിന്ന് പിളർപ്പിലൂടെ മാറി CITUവിലൂടെ ജന്മം കൊണ്ട ആ CITU എന്ന തൊഴിലാളി വർഗ സംഘടന പറയുന്നു, ഒരു തൊഴിൽ മേഖലയിൽ ഒരു സംഘടന മതി, തൊഴിലാളികളെ ഭിന്നിപ്പിച്ച് ഭരിപ്പിക്കുന്നത് പ്രാകൃതമാണ്, മാറ്റങ്ങൾ അനിവാര്യമാണ് എന്ന് പറഞ്ഞ് ജന്മം കൊണ്ട CITUവിനെ അനുകരിച്ചുകൊണ്ടാണ് 81 AKT എന്ന സംഘടന തയ്യൽ തൊഴിൽ മേഖലയിൽ ഒരു സംഘടന, ആ സംഘടനയ്ക്ക് വർഗരാഷ്ട്രീയം മതി എന്ന തത്വത്തിൽ നമ്മൾ അംഗീകരിച്ച് ഈ കഴിഞ്ഞ 33 വർഷക്കാലം കേരളത്തിൽ പ്രവർത്തിച്ചതിലൂടെ നമ്മളെ സംബന്ധിച്ച് നേട്ടങ്ങളിൽ നിന്ന് നേട്ടങ്ങളിലേക്ക് തന്നെ നമുക്ക് ഉയരാൻ കഴിഞ്ഞെങ്കിൽ നമ്മുടെ പ്രത്യശാസ്ത്രങ്ങൾ തന്നെയാണ് ഇന്നും താൽക്കാലികമായി കിട്ടുന്ന നേട്ടങ്ങൾക്ക് വേണ്ടി ഇന്നത്തെ കോൺഗ്രസുകാരൻ, നാളത്തെ BJP, നാളത്തെ BJPക്കാരൻ, മറ്റന്നാളത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന അത്തരം രീതിയിലേക്ക് ഒന്നും ചാഞ്ചാട്ടമില്ല. പ്രസവാനുകൂല്യം ഒറ്റത്തവണയായി വിതരണം ചെയ്യണമെന്നും തയ്യൽ തൊഴിലാളികൾക്ക് ESI നടപ്പിലാക്കണമെന്നും ക്ഷേമനിധി ബോർഡിലെ പോരായ്മകൾ പരിഹരിച്ച് തൊഴിലാളികളെ സംരക്ഷിക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾ തയ്യാറാകണമെന്ന് തുടങ്ങി 8 പ്രമേയം കൺവെൻഷനിൽ അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി G. സജീവൻ, ട്രഷറർ ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.